ഹലോ, അസ്സാം വലൈക്കും, നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ പാസ്ത കൊണ്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പിങ്ക് സോസ് പാസ്തയാണ്. അപ്പോൾ നമ്മൾ വൈറ്റ് സോസ് പാസ്ത ഒത്തിരി മുമ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പാസ്തയുടെ ഡിഷാണ്. ഇതും തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ചെയ്യാൻ പോകുന്നത് നമ്മുടെ പാസ്ത കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വെള്ളം തിളപ്പിച്ചെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിൽ കുറച്ചധികം വെള്ളം തന്നെ എടുത്തിട്ടുണ്ട്. നമ്മൾ വെള്ളത്തിൽ നിന്ന് ഊറ്റിയെടുക്കുകയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഉപ്പ് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ വെള്ളത്തിൽ നമ്മൾ ടേസ്റ്റ് ചെയ്യുമ്പോൾ ഉപ്പ് കുറച്ച് മുന്നിട്ട് നിൽക്കാൻ കേട്ടോ. ആ രീതിയിൽ വേണം ഉപ്പ് ചേർക്കാൻ. എങ്കിൽ മാത്രമേ നമ്മൾ ഊറ്റിയെടുക്കുമ്പോൾ നമ്മുടെ പാസ്തയിലേക്ക് അത്യാവശ്യം നന്നായിട്ട് ഉപ്പ് കിട്ടുള്ളൂ. പിന്നെ നമ്മളൊരു 1 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിലൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പാസ്ത ഇങ്ങനെ കുക്ക് ചെയ്ത് വരുമ്പം അത് ഒട്ടിപ്പിടിക്കാതെ നല്ല സെപ്പറേറ്റ് ആയിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അതൊന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് പാസ്ത ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് 400 ഗ്രാമോളം നമ്മുടെ ഫ്യൂസിലി പാസ്തയാണ് എടുത്തിട്ടുള്ളത്. ഈ ഷേപ്പിലുള്ളത് തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ. ഏത് ടൈപ്പ് ആയാലും കുഴപ്പമില്ല, പെന്നെ പാസ്ത ആയാലും കുഴപ്പമില്ല, ഏതായാലും കുഴപ്പമില്ല. അപ്പോൾ 400 ഗ്രാമോളാണ് ഞാൻ ഈ എടുത്തിട്ടുള്ളത്. അത് നമ്മുടെ വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ വെള്ളത്തിൽ ഉപ്പൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് 400 ഗ്രാമോളം നമ്മുടെ ഫ്യൂസിലി പാസ്ത ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മളത് അടച്ചു വെച്ചിട്ടാണ് കുക്ക് ചെയ്യുന്നത്. അപ്പോൾ എപ്പോഴും നമ്മൾ പാസ്ത കുക്ക് ചെയ്യുന്ന സമയത്ത് കുറച്ചധികം വെള്ളം തന്നെ തിളപ്പിക്കാനായിട്ട് വെക്കണം. നമ്മളിങ്ങനെ വറ്റിച്ചെടുക്കുന്ന ഒരു അവസ്ഥ ഉണ്ടല്ലോ, അങ്ങനെ ആവരുത്. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ പാസ്ത അങ്ങനെ ഒട്ടിപ്പിടിക്കും. നമ്മൾ ഓയിൽ ഒഴിച്ച് കഴിഞ്ഞാലും വെള്ളം കുറവാണെന്നെങ്കിൽ പാസ്ത തമ്മിലിങ്ങനെ ഒട്ടിപ്പിടിച്ചിട്ടുള്ള ഒരു ടൈപ്പിലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചധികം വെള്ളം വെച്ചിട്ട് നിങ്ങളത് കുക്ക് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ ഞാനിതൊരു മീഡിയം ഫ്ലെയിമിൽ ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ പാസ്ത നമ്മൾ കുക്ക് ചെയ്യാൻ വെച്ചിട്ട് ഒരു 6-7 മിനിറ്റ് തന്നെ ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ഹാഫോളം കുക്കായിട്ടേ ഉള്ളൂ. പാസ്തയ്ക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഒരു 10 മുതൽ 12 മിനിറ്റ് വരെയൊക്കെ കുക്കിംഗ് ടൈം ഉള്ളതാണ്. അപ്പോൾ നമ്മൾ അത്യാവശ്യം നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് കേട്ടോ ഞാൻ കുക്ക് ചെയ്തിട്ട് എടുക്കുന്നത്. ഇവിടെ എല്ലാവർക്കും അങ്ങനെയാണ് ഇഷ്ടം. അപ്പോൾ ഇത് ഏകദേശം ഒരു 10-12 മിനിറ്റ് തന്നെ ആയിട്ടുണ്ട്. അത്യാവശ്യം നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ പാസ്ത കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഇത് കുക്കായിട്ടുണ്ടോ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാസ്ത എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തിട്ട് നോക്കുക. അപ്പോൾ അത് പെട്ടെന്ന് കട്ടായി പോകുന്നുണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ പാസ്ത കുക്കായി വന്നിട്ടുണ്ടാവും. അതെല്ലാം കുറച്ചിങ്ങനെ ബുദ്ധിമുട്ട് ഒരു ഹാർഡായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ സമയം വെച്ചിട്ട് കുക്ക് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഇനി ഈ ഒരു ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ട് ഈ വെള്ളത്തിൽ നിന്നും നമ്മുടെ പാസ്ത ഒന്ന് വാർത്തെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ വാർത്തെടുക്കുമ്പോൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. നമ്മളിതിങ്ങനെ വാർത്തെടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലൂടെ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അതായത് നമ്മുടെ നോർമലായിട്ടുള്ള പച്ചവെള്ളം കേട്ടോ. അതായത് ഇതിപ്പോൾ ഞാൻ കുറച്ച് മാറ്റിയെടുത്തിട്ടുണ്ടായിരുന്നു. ഇതിങ്ങനെ നമ്മൾ വാർത്തെടുക്കുമ്പം ഇതുപോലുള്ളൊരു സ്ട്രെയിനർ വെച്ചിട്ടാണ് വാർത്തെടുക്കുന്നതെങ്കിൽ ഇങ്ങനെ എടുത്തതിന് ശേഷം നമ്മുടെ നോർമലായിട്ടുള്ള വെള്ളം ഇതിൻ്റെ മുകളിലൂടെ ഒഴിച്ചു കൊടുക്കുക. അത് എന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഓയിലൊക്കെ ഒഴിച്ചിട്ടുണ്ടെങ്കിലും നമ്മുടെ ചൂടോട് കൂടിയിട്ട് ഇങ്ങനെ ഒരുമിച്ച് വാർത്തെടുത്ത് കഴിഞ്ഞാൽ അത് വീണ്ടും ഇങ്ങനെ ഒട്ടിപ്പിടിക്കാനുള്ള ടെൻഡൻസി ഉണ്ടാവും. അപ്പോൾ അതൊന്ന് ഒഴിവായി കിട്ടാൻ വേണ്ടിയിട്ടാണ് നോർമലായിട്ടുള്ള വെള്ളം ഇതിൻ്റെ മുകളിലൂടെ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് എല്ലാം വാർത്തെടുത്തിട്ട് അവിടെ ഒരു ഭാഗത്ത് മാറ്റി വെക്കുക. അപ്പോൾ ഇനി അടുത്ത് ചെയ്യാനുള്ളത് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള സോസ് തയ്യാറാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം നമ്മൾ റെഡ് സോസാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് നമുക്കൊരു 3 ടേബിൾ സ്പൂണോളം ഗാർലിക്, അതായത് നമ്മുടെ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തത് 3 ടേബിൾ സ്പൂണോളം ചേർത്തിട്ട് ജസ്റ്റ് അതിനെ ഒന്ന് 1 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക. കളറൊന്നും മാറണ്ട കേട്ടോ, ചെറിയ തീയിലിട്ടിട്ടൊന്ന് വഴറ്റി കൊടുത്താൽ മതി. വെളുത്തുള്ളി അരിഞ്ഞത് ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് വഴണ്ടി വരുമ്പോൾ നമുക്കിതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ 2 പച്ചമുളകാണ് കേട്ടോ, ചെറിയ 2 പച്ചമുളകാണ് കട്ട് ചെയ്ത് ചേർത്തിട്ടുള്ളത്. കുറച്ചും കൂടെ എരിവ് വേണമെന്നുള്ളവർക്ക് ഒരു 3-4 ഒക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അതുകൂടെ ഒന്ന് ചേർത്ത് വഴറ്റിയെടുക്കുക. കൂടെ നമ്മളൊരു മീഡിയം സൈസ് ആയിട്ടുള്ള സവാള ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അത് നമ്മൾ നീളത്തിലൊന്നും കട്ട് ചെയ്തെടുക്കരുത്. ഈ ഒരു രീതിയിൽ വളരെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് എടുക്കൂലേ, ആ രീതിയിൽ വേണം നമ്മളത് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാനും. അപ്പോൾ ഒരു മീഡിയം സൈസ് ആയിട്ടുള്ള സവാള മതി. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാപ്സിക്കം ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ചേർക്കാത്തത്. അപ്പോൾ ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കുക, ഒത്തിരി ചേർക്കരുത് കേട്ടോ. ഒരു നുള്ളു ഉപ്പ് ചേർത്തിട്ട് ഈ സവാള ഒന്ന് പെട്ടെന്ന് വഴണ്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ടൊരു സവാള കുഴഞ്ഞ് കിട്ടുന്നവരെ ഒന്ന് വഴറ്റിയിട്ടെടുക്കുക. അപ്പോൾ ഇത് നമ്മുടെ സവാളയും ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴണ്ടി വന്നിട്ടുണ്ട്. ഈ ഒരു സമയം നമുക്കിതിലേക്ക് ഒരു 3 മീഡിയം സൈസ് ആയിട്ടുള്ള തക്കാളി ഒന്ന് നന്നായിട്ട് വെള്ളമൊന്നും ചേർക്കാതെ നന്നായിട്ട് അടിച്ചെടുത്തതാണിത്. അപ്പോൾ നമ്മൾ അത്യാവശ്യം നല്ല കളറുള്ള തക്കാളി എടുക്കണം കേട്ടോ. ഇതുപോലെ നമ്മൾ പാസ്ത ചെയ്യുന്ന സമയത്ത് എങ്കിലും നമ്മൾ തയ്യാറാക്കിയിട്ട് വരുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവുള്ളൂ കാണാൻ. അപ്പോൾ അധികം പുളിയൊന്നും ഇല്ലാത്ത 3 നല്ല കളറുള്ള തക്കാളി ചേർത്തിട്ട് നന്നായിട്ട് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ചേർത്തിട്ട് അടിച്ചെടുക്കുക. അതുകൂടെ ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് 2 രീതിയിൽ തക്കാളി ചേർക്കാം കേട്ടോ. ഒന്നെങ്കിൽ തക്കാളി വെള്ളത്തിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പുഴുങ്ങിയെടുത്തിട്ട് തൊലി കളഞ്ഞിട്ട് അടിച്ചെടുക്കാം, അതല്ലെങ്കിൽ ഡയറക്റ്റ് അങ്ങനെ അടിച്ചെടുക്കാം. അപ്പോൾ 2 ചെയ്താലും വലിയ ടേസ്റ്റ് ഡിഫറൻസ് ഒന്നും ഇല്ല കേട്ടോ.
അപ്പോൾ എന്തായാലും ഇനി ഇത് ഈ ഒരു തക്കാളി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ അടച്ച് വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് ചെറിയ തീയിലൊന്ന് ഇതൊന്ന് ബോയിൽ ചെയ്തിട്ടെടുക്കുകയാണ്. 2-3 മിനിറ്റിന് ശേഷം ഇതിൻ്റെ ലിഡൊന്ന് തുറന്നിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ തക്കാളി കണ്ടോ അങ്ങനെ തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ നിങ്ങൾ ഓൾറെഡി തക്കാളി ഇങ്ങനെ പുഴുങ്ങിയെടുത്തിട്ട് ചെയ്യുന്ന രീതിയിലാണെങ്കിൽ ഇത്തിരി ടൈം നിങ്ങൾ വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അതിപ്പോൾ ഞാൻ ഡയറക്റ്റ് അടിച്ചെടുത്തോണ്ടാണ് ഈ ഒരു രീതിയിൽ 2-3 മിനിറ്റൊക്കെ അടച്ച് വെച്ച് കുക്ക് ചെയ്യുന്നത് കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു സമയം ഇതിലേക്ക് ഒരു 1 ടീസ്പൂണോളം നമ്മുടെ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ചേർത്തിട്ടുള്ള എരിവുള്ള മുളക് പൊടിയാണ്. നിങ്ങൾക്ക് പകരം കാശ്മീരി മുളക് പൊടി ഉപയോഗിക്കാവുന്നതാണ്. കൂടെ നമ്മളൊരു 1/4 മുതൽ ഒരു 1/2 ടീസ്പൂണോളം നമ്മുടെ കുരുമുളകിൻ്റെ പൊടി കൂടെ ചേർക്കുക. ഇത് രണ്ടും ചേർത്തിട്ട് വീണ്ടും നമ്മൾ 1-2 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കുകയാണ്. ആ പൊടികളുടെ ഒക്കെ ഒരു പച്ചമണം ഉണ്ടല്ലോ അതൊന്ന് മാറി കിട്ടുന്നവരെ ഒന്ന് വഴറ്റിയിട്ട് കൊടുക്കുക. കൂടെ നമ്മൾ ഒരു നുള്ളു ഉപ്പ് കൂടെ വീണ്ടും ചേർക്കുന്നുണ്ട് കേട്ടോ. നമ്മളിതിലേക്ക് ഇനി സോസസൊക്കെ ചേർക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഉപ്പ് ഇങ്ങനെ കുറേശ്ശെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഉപ്പും അതുപോലെ നമ്മുടെ കുരുമുളകിൻ്റെ പൊടിയും മുളക് പൊടിയൊക്കെ ചേർത്തിട്ട് വീണ്ടും മിക്സ് ചെയ്തിട്ട് 1-2 മിനിറ്റ് നമ്മൾ വീണ്ടും ഒന്ന് അടച്ച് വെച്ചിട്ട് തന്നെ കുക്ക് ചെയ്യാണ്. വീണ്ടും 2 മിനിറ്റിന് ശേഷം തുറന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഒരു തക്കാളിയിൽ നിന്നും ഇറങ്ങി വന്നിട്ടുള്ള വെള്ളമൊക്കെ കുറച്ചും കൂടെ ഒക്കെ ഒന്ന് എന്താ പറയുക റെഡ്യൂസ് ആയിട്ടുണ്ട്. ഈ ഒരു സമയം നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂണിൻ്റെ അടുത്ത് നമ്മുടെ സോയ സോസ് ചേർത്ത് കൊടുക്കാം. കൂടെ നമ്മളൊരു 6-7 ടേബിൾ സ്പൂണോളം നമ്മുടെ ടൊമാറ്റോ കെച്ചപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു സോസസിലൊക്കെ തന്നെയും ഉപ്പുള്ളത് കൊണ്ടാണ് നമ്മൾ ആദ്യമേ ഒരുപാടൊന്നും ഉപ്പ് ഇതിലേക്ക് ചേർക്കാത്തത്. ഇതൊക്കെ ചേർത്തിട്ട് ടേസ്റ്റ് ചെയ്തിട്ട് മാത്രം പിന്നെ നമുക്ക് ഉപ്പ് കറക്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതിലേക്ക് സോസസ് കൂടെ ചേർത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ആക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്കൊരു 1/4 ടീസ്പൂണോളം നമ്മുടെ ഷുഗർ കൂടെ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുക. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാണ് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്കുള്ള വൈറ്റ് സോസാണ് തയ്യാറാക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ പരിപാടി കഴിഞ്ഞു. ഇത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊരു ഭാഗത്ത് മാറ്റി വെക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള വൈറ്റ് സോസ് തയ്യാറാക്കണം. അപ്പോൾ ഇത് നമ്മുടെ വൈറ്റ് സോസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ നോൺ സ്റ്റിക്ക് പാൻ എടുത്ത് സ്റ്റൗവിൽ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 60 ഗ്രാമോളം അൺസോൾട്ടഡ് ആയിട്ടുള്ള ബട്ടർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ടേബിൾ സ്പൂണിന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു 5 ടേബിൾ സ്പൂണോളം അൺസോൾട്ടഡ് ആയിട്ടുള്ള ബട്ടറാണ് കേട്ടോ എടുക്കുന്നത്. ഇനി നമ്മൾ ചെയ്യുന്നതൊക്കെ ഏറ്റവും ചെറിയ തീയിൽ ചെയ്യുക. എങ്കിലേ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള വൈറ്റ് സോസ് തയ്യാറാക്കാൻ പറ്റുള്ളൂ. അതിലിങ്ങനെ പെട്ടെന്ന് അടി പിടിക്കുക അല്ലെങ്കിൽ കരിഞ്ഞു പോവുക അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരും. അപ്പോൾ ഇതേ ബട്ടർ ഏറ്റവും ചെറിയ തീയിൽ നന്നായിട്ടൊന്ന് മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 4 ടേബിൾ സ്പൂണോളം നമ്മുടെ ഓൾ പർപ്പസ് ഫ്ലോർ അതായത് നമ്മുടെ മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ എപ്പോഴും നമ്മൾ ബട്ടർ എടുക്കുമ്പം അതിനേക്കാളും ഒരു ടേബിൾ സ്പൂൺ കുറച്ചിട്ട് വേണം കേട്ടോ മൈദ എടുക്കാൻ. അപ്പോൾ 4 ടേബിൾ സ്പൂണോളം മൈദ കൂടെ ചേർത്തിട്ട് അതൊരു 2 മിനിറ്റ് നമ്മൾ ഏറ്റവും ചെറിയ തീയിൽ നന്നായിട്ടൊന്ന് ഈ ഒരു ബട്ടറിലൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുകയാണ്. അപ്പോൾ ഒരു മൈദ നമ്മൾ ഈ ഒരു ബട്ടറിൽ ചേർത്തിട്ടൊന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കുകയാണെന്ന് തന്നെ പറയാം. അപ്പോൾ ഏറ്റവും ചെറിയ തീയിലിട്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണേ. അതിൽ പെട്ടെന്ന് അതങ്ങനെ അടി പിടിക്കുക, അതിൻ്റെ ഒരു ടേസ്റ്റും കളറൊക്കെ മാറിയിട്ട് പോകും. അപ്പോൾ 2 മിനിറ്റ് കുക്ക് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ടോട്ടലായിട്ട് നമുക്ക് ഈ ഒരു റെസിപ്പിയിലേക്ക് 2 കപ്പ് നമ്മുടെ മെഷർമെൻറ്റ് കപ്പിന് 2 കപ്പ് പാലാണ് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ആദ്യം ഞാൻ 1 കപ്പ് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ കൈ എടുക്കാതെ മിക്സ് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. കട്ടയൊന്നും കെട്ടാതെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ ഇത് കണ്ടോ ഒരു ക്രീമി ആയിട്ടുള്ളൊരു സോസായിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള 1 കപ്പ് പാലും കൂടി ഈ ഒരു സമയം ചേർത്തിട്ട് നന്നായിട്ട് തന്നെ കൈ എടുക്കാതെ അത് മിക്സ് ചെയ്തിട്ട് കൊടുക്കണം. അപ്പം നിങ്ങൾക്ക് നമ്മുടെ ഈ ഒരു പിങ്ക് സോസ് പാസ്ത തയ്യാറാക്കുമ്പം കുറച്ചിങ്ങനെ കട്ടിയല്ലാതെ കുറച്ച് ലൂസായിട്ടുള്ള സോസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സമയം ഈ ഒരു 2 കപ്പ് പാലിന് പകരം ഒരു 2.5 കപ്പോളം പാലെടുക്കുക കേട്ടോ. ഇതിപ്പോൾ നമ്മൾ തയ്യാറാക്കിയിട്ട് വരുമ്പം കുറച്ച് തിക്കായിട്ടുള്ള സോസായിരിക്കും. അപ്പോൾ അതിൻ്റെ ആ ഒരു ലൂസ് ഉണ്ടല്ലോ ആ ഒരു കൺസിസ്റ്റൻസി അത് നിങ്ങൾക്ക് പാല് ഒഴിച്ചു കൊടുത്തിട്ട് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് 2 കപ്പ് പാലൊഴിച്ചിട്ട് നന്നായിട്ട് ഒട്ടും തന്നെ കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് നമ്മൾ 2-3 മിനിറ്റ് ചെറിയ തീയിലൊന്ന് കുക്ക് ചെയ്തിട്ട് നമ്മുടെ വൈറ്റ് സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് ഒരു സമയം നിങ്ങൾക്ക് ഒരു പിഞ്ച് ഉപ്പും അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ഷുഗറും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. പക്ഷെ നമ്മളിപ്പോൾ ഇത് പിങ്ക് സോസ് അല്ല ചെയ്യുന്നത്, രണ്ടും കൂടെ മിക്സ് ചെയ്യുമല്ലോ. അപ്പോൾ ആ ഒരു സമയത്താണ് ഇനി ബാക്കിയൊക്കെ ചേർക്കുന്നത്. അങ്ങനെ വൈറ്റ് സോസും നമ്മുടെ റെഡ് സോസും രണ്ടും കൂടെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിന് നമ്മൾ ആദ്യം തയ്യാറാക്കിയിട്ടുള്ള റെഡ് സോസ് ഞാൻ വീണ്ടും സ്റ്റൗവിൽ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇപ്പോൾ നമ്മൾ റെഡിയാക്കിയിട്ടുള്ള നമ്മുടെ വൈറ്റ് സോസും കൂടെ മുഴുവനായിട്ടും ചേർത്തിട്ട് രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുകയാണ്. അപ്പോഴാണ് നമുക്ക് നല്ല കളർഫുൾ ആയിട്ടുള്ള പിങ്ക് സോസ് കിട്ടുന്നത് കേട്ടോ. അങ്ങനെയാണിത് പിങ്ക് സോസ് പാസ്ത ആവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ വൈറ്റ് സോസ് പാസ്ത പറഞ്ഞിട്ട് വേറെ റെസിപ്പിയാണ്, അതായത് വേറെ ഡിഷാണ്. അതുപോലെ തന്നെ റെഡ് സോസ് പറഞ്ഞിട്ടുള്ള വേറെ ഡിഷാണ്. ഇത് അതിൻ്റെ രണ്ടിൻ്റെയും കൂടി ഒരു കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു ഫോമാണ് ഈ ഒരു പിങ്ക് സോസ്. അപ്പോൾ ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇപ്പോൾ തന്നെ നമ്മുടെ ഈ ഒരു സോസ് ഞാൻ പറഞ്ഞില്ലേ കുറച്ച് തിക്കായിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് പാലൊഴിച്ച് കൊടുക്കാം. പക്ഷേ ഞാനിവിടെ ചൂടുവെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഒരു 1/4 കപ്പ് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അത് എല്ലാം കൂടെ ചേർത്തിട്ട് 1-2 മിനിറ്റ് നമ്മൾ വീണ്ടും തിളപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ചെറുതായിട്ട് കണ്ടോ ബോയിൽ ചെയ്തിട്ട് വരുന്നുണ്ട്. ചെറിയ തീയിലാണ് കേട്ടോ. ഈ ഒരു സമയം നമുക്ക് ഇതിലേക്ക് ഒരു 1/2 മുതൽ 1/4 ടീസ്പൂണോളം നമ്മുടെ വറ്റൽമുളക് ഉണ്ടല്ലോ അത് ക്രഷ് ചെയ്തത്, അതായത് നമ്മുടെ റെഡ് ചില്ലി ഫ്ലേക്സ് ആണ്, അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ അത് നിങ്ങളുടെ എരിവിന് വെച്ചിട്ട് അതിനനുസരിച്ചിട്ട് കറക്റ്റ് ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ.
അതുപോലെ തന്നെ ഉപ്പ് അങ്ങനെയുള്ള ടേസ്റ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു സമയം ഈ ഒരു സോസിൻ്റെ ടേസ്റ്റൊക്കെ നമുക്ക് കറക്റ്റ് ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ ഫ്യൂസ്ലി പാസ്ത നമ്മൾ ഈ ഒരു സമയത്തിലേക്ക് ചേർക്കുകയാണ്. അപ്പോൾ കണ്ടല്ലോ, ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കാതെ കണ്ടോ, എല്ലാം തന്നെ സെപ്പറേറ്റ് ആയിട്ടാണ് വീഴുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ അത്രയും ടിപ്സൊക്കെ പറയുന്നത്. അതായത് ഓയിൽ ഒഴിച്ച് കൊടുക്കുക എന്നുള്ളതും ഇടയ്ക്ക് ഇളക്കി കൊടുക്കുക എന്നുള്ളതും അതുപോലെ തന്നെ വേവിച്ച് നമ്മൾ ഊറ്റിയെടുത്ത് വെക്കുന്ന സമയത്ത് വെള്ളം ഒഴിച്ച് കൊടുക്കുക എന്നുള്ളതൊക്കെ. നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ 400 ഗ്രാമോളം നമ്മുടെ ഫ്യൂസ്ലി പാസ്ത ഈ ഒരു പിങ്ക് സോസിൻ്റെ കൂടെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുകയാണ്. ഇപ്പോൾ വളരെ പതിയെ നമ്മുടെ ആ ഒരു പാസ്തയുടെ പെർഫെക്ഷൻ ഒന്നും പോവാതെ നന്നായിട്ട് നമ്മുടെ ഈ ഒരു പിങ്ക് സോസായിട്ട് നന്നായിട്ട് തന്നെ ഇവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഫൈനലായിട്ട് ചേർക്കേണ്ടത് നമ്മുടെ ഇറ്റാലിയൻ സീസണിങ് ആണ്. അതുകൂടെ ചേർക്കുമ്പോഴാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ പിങ്ക് സോസ് പാസ്ത റെഡി ആവുന്നത് കേട്ടോ. അപ്പോൾ ഇതിനകത്തിപ്പം എല്ലാം കൂടെ മിക്സ്ഡ് ആയിട്ടുള്ളതാണ്. നിങ്ങളുടെ കയ്യിൽ ഒറിഗാനോ മാത്രം ഉള്ളെങ്കിൽ അത് മാത്രം ചേർത്ത് കൊടുക്കുക. ഇതിനകത്തിപ്പം ഒറിഗാനോ അതുപോലെ തന്നെ നമ്മുടെ ബേസിൽ, പെപ്പർ, റോസ്മേരി എല്ലാം കൂടെ ഉള്ളതാണ്. പക്ഷേ നല്ല ടേസ്റ്റും ഫ്ലേവറും ആണ് കേട്ടോ അതിന്. അപ്പോൾ ഞാൻ കോമൺ ആയിട്ടും നമ്മുടെ പിസ്സ ചെയ്യുന്ന സമയത്തും അതുപോലെ തന്നെ വൈറ്റ് സോസ് പാസ്ത ചെയ്യുമ്പോഴൊക്കെ ഇതാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് കുറച്ച് മുകളിലായിട്ടൊന്ന് തൂവി കൊടുത്തിട്ട് വളരെ പതിയെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്തും ചെറുതായിട്ട് ഒന്ന് തൂവി കൊടുക്കും കേട്ടോ. അപ്പോൾ ഇതേ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്നിട്ടാണ് നമ്മളിത് ലാസ്റ്റ് അതും കൂടെ ചേർത്ത് കൊടുത്തത്. അപ്പോൾ അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ പിങ്ക് സോസ് പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സിമ്പിളാണ് കേട്ടോ. നമ്മൾ ആ 2 സോസ് തയ്യാറാക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ നന്നായിട്ട് ശ്രദ്ധിച്ചാൽ മതി, നല്ല പെർഫെക്ഷനിലും നല്ല ടേസ്റ്റിലും കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്തിട്ട് നോക്കുക കേട്ടോ. ട്രൈ ചെയ്യുന്നവർ നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് പറയാൻ മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിലേക്കും റിലേറ്റീവ്സിലേക്കും ഒന്ന് ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോസിനായിട്ട് ഈ ടേസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് വീണ്ടും നല്ല റെസിപ്പീസുമായിട്ട് കാണാം. താങ്ക് യു. അസ്സലാമു അലൈക്കും.